കഴിഞ്ഞ ആഴ്ച വേടനെ പറ്റിയൊരു ന്യൂസ് ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് 3 വർഷത്തിന് മുമ്പുള്ള കാര്യം അത്. പിന്നെ അന്ന് അവൾക്ക് പറയാനൊന്നും വൈകിയിരുന്നു. അന്ന് നല്ലതുപോലെ സുഖിച്ച് പിന്നെ നടന്ന്, അത് വ്യാജമാണ്, നുണ കല്ല് വെച്ച നുണയാണ്. നുണയാണെങ്കിലും ഞാൻ പറയണതാണ്. നിങ്ങൾ പീഡിപ്പിച്ചെന്ന് പറയുമ്പോഴേ അപ്പോഴും തന്നെ പ്രതികരിക്കണം. നമ്മൾ ഒരു സിനിമ നടിയുണ്ടല്ലോ, ഭാവന, പിന്നെ അവരുണ്ട പിന്നെ ആ സെക്കൻഡിൽ അവർ പ്രതികരിച്ച്. അതങ്ങനെയാണ് വേണ്ടത് പെണ്ണായ. അല്ലാതെ അവരുടെ കൂടെ ഈ ആണുങ്ങളെ കൂടെ കയറി നടന്ന് അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചെടുത്തിട്ട് അവൻ്റെ കൂടെ പോയി നല്ല സുഖിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പീഡനമെന്ന് പറയരുതും കേട്ടാ. അതും 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിനെ പീഡനമെന്ന് പറയൂല. അത് സെറ്റപ്പ് എന്നാണ് പറയണത്. വെച്ചാൽ ലിവിങ് ടുഗെദർ ഉണ്ടല്ലോ, ഇപ്പം അതിന് പേര് മാറ്റി. അതങ്ങനെയാണ് പറയുന്നത്. അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലുള്ള കാര്യങ്ങളാണ്. അതിന് പിന്നെ എത്രയോ പേരങ്ങനെ ജീവിച്ചിട്ട് ഇപ്പം പിരിഞ്ഞു പോകുന്നുണ്ട്. അവരാരും ഈ കഥയും കൊണ്ട് വന്നില്ല. ഇവളെ ഇറക്കുമതി ഇവളെ എന്തായിരുന്നാലും ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ആണുങ്ങളെല്ലാം ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുമാർ കൊണ്ട് നടന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മൊത്തം അവരെ കൊണ്ട് ചെയ്ത് എല്ലാം അടിച്ച് മാറ്റിയ ശേഷം പീഡനമെന്ന് പറയണം. അതൊരു പീഡനമെന്ന് പറയുമ്പോഴേ ആരും വിശ്വസിക്കത്തില്ല. അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവനൊരു ലളിതനായതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ അവൻ വളർന്നു വരുന്ന ഒരു കലാകാരനാ. അത് ലളിതനെന്നും പറഞ്ഞിട്ട് എങ്ങനെ ക്രൂശിക്കരുതും. പക്ഷെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ അവനങ്ങ് വളർന്ന് അങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടാ. അപ്പം ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിയാൽ കൊള്ളാം. ഓരോ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, ഒരിക്കലും ആണുങ്ങൾ കൊണ്ടുപോയി പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാലേ ചിലരതൊക്കെ വിജയിക്കും. നീയൊക്കെ ഇനിയെങ്കിലും ഒരു കാര്യം നോക്കിക്കൊള്ളണം.